Hi dear students, in microeconomics, in the last class we have discussed about the market demand curve of an input. Today we are going to discuss about the supply curve. അതായത് ഒരു ഇൻപുട്ടിൻ്റെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സപ്ലൈ ഓഫ് ഇൻപുട്സ് ഓഫ് എ ഫേം. സപ്ലൈ ഓഫ് ഇൻപുട്ട് ടു എ ഫേം, ഒരു ഫേമിൻ്റെ ഇൻപുട്സിൻ്റെ സപ്ലൈയുടെ അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. In a competitive factor market, a firm can buy any amount of input it wants without affecting the പ്രൈസ്. ഓക്കെ, ഒരു ഫേമിന് ഒരു കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട് വാങ്ങിക്കാം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ പ്രൈസ്. ഓക്കെ, ദെർഫോർ ദ ഫേം ഫേസസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഫോർ ദാറ്റ് ഇൻപുട്ട്. അതായത് ഈ ഒരു ഫേം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഇൻപുട്ട് വാങ്ങിക്കാനായിട്ട് ആ ഒരു ഫേമിന് സാധിക്കും. As a result, the quantity of the input purchased by the producer of the product is determined by the intersection of the input demand and supply curve. Okay, അതുകൊണ്ട് തന്നെ എന്താണ് the quantity of input purchased by the producer of a product, അതായത് effective quantity that is purchased by the producer is determined by the intersection of input demand and supply curve. ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ആ ഒരു എഫിഷ്യൻറ്റ് ലെവൽ ഓഫ് ഇൻപുട്ട് പർച്ചേസ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ദ ഫേം ക്യാൻ പർച്ചേസ് എനി എമൗണ്ട് ഓഫ് ഇൻപുട്ട് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് ദ input. Okay, then the supply of labor by an individual. Okay, supply of labor by an individual. The supply of labor by an individual depends on the wage rate. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലേബർ സപ്ലൈ അത് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേജ് റേറ്റ്. അല്ലെ, വേജ് റേറ്റ് എത്രയാണ്, ആ ലേബറിൻ്റെ വേതനം എത്രയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലേബർ സപ്ലൈ നിലനിൽക്കുന്നത്. ആസ് ദ വേജ് റേറ്റ് ഇൻക്രീസസ്, ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ വേജ് വർദ്ധിക്കുന്നു എന്ന് വിചാരിക്കുക. ദ ഇൻഡിവിജ്വൽ വിൽ വർക്ക് മോർ ഹവേഴ്സ്. ഓക്കെ, വേജ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, കൂടുതൽ വർക്കിംഗ് ഹവേഴ്സ് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവും. ഓക്കെ, ദേ വിൽ വർക്ക് മോർ ഹവേഴ്സ്. ദസ് ദ സപ്ലൈ കർവ് ഓഫ് ലേബർ ഈസ് എ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വേജ് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്കിംഗ് ഹവേഴ്സ് ജോലി ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽസ് തയ്യാറാവുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ സപ്ലൈ കർവ് ഇൻക്രീസിങ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് അവിടെ കാണിക്കും. അറ്റ് എ വെരി ഹൈ വേജ് റേറ്റ് the labor supply curve might bend backward. ഓക്കെ, വളരെ പക്ഷേ ഒരു തോതിൽ നിന്ന് ഒരു പരിധിയിൽ നിന്ന് വീണ്ടും വേജ് റേറ്റ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഒരു സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് സംഭവിക്കുന്നു. അതായത് ഒരു പരിധിയിൽ കൂടുതൽ വേജ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലേബേഴ്സ് എന്ത് ചെയ്യും, വർക്കിംഗ് ഹവേഴ്സ് കുറച്ചുകൊണ്ട് ലേഷർ ടൈം കൂട്ടിക്കൊണ്ട് വർക്കിംഗ് ഹവേഴ്സ് കുറയ്ക്കുന്നതിന് തയ്യാറാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് മാറും. ദിസ് ഈസ് ബിക്കോസ് ഹൈ വേജ് റേറ്റ്സ് ഇൻഡിവിജ്വൽ ചൂസ് ടു എൻജോയ് മോർ ലേഷർ ആൻഡ് ടു വർക്ക് ലെസ്. അതായത് വളരെ കൂടുതൽ വേജ് ലഭിക്കുന്ന ഒരവസ്ഥയിൽ ഇൻഡിവിജ്വൽസ് എന്താ തീരുമാനിക്കുക, കൂടുതൽ വേജസ് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് പണിയെടുക്കാതിരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വർക്കിംഗ് ഹവേഴ്സ് കുറയ്ക്കും, ലേഷർ കൂട്ടുകയും വർക്കിംഗ് ഹവേഴ്സ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ലേബർ സപ്ലൈ കർവ് എന്താണ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് മാറും. Thus the supply curve of labor is backward bending one. This is shown in the following figure. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ഉണ്ടാവാനുള്ള കാരണം ഇതാണ്, കുറേയധികം ലേഷർ ടൈം കൂടുമ്പോൾ അതായത് വേജ് റേറ്റ് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വർക്കേഴ്സ് ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ് ടു ദ വേജ് റേറ്റ് W0. ഈ ഒരു ഡയഗ്രത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ എക്സ് ആക്സിൽ ഹവേഴ്സ് വർക്ക്ഡ് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വൈ ആക്സിൽ വേജ് റേറ്റുമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ലേബർ സപ്ലൈ കർവ് SL എന്ന് പറയുന്ന ലേബർ സപ്ലൈ കർവ് നൽകിയിട്ടുണ്ട്. ദെൻ വേജ് റേറ്റ് W0 നൽകിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അപ് ടു ദ വേജ് റേറ്റ് W0. അപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ച W0 എന്ന് പറയുന്ന ആ ഒരു വേജ് റേറ്റ് വരെ
the increases wage rates can create an incentive for increases supply of labor. ഓക്കെ, അപ്പോൾ അവിടെ വേജ് റേറ്റ് W0 വരെ എന്താണ് വേജ് വർദ്ധിക്കുന്നുണ്ട്, അതിനാനുപാതികമായിട്ട് എന്താണ് ആളുകളുടെ ലേബർ ഹവേഴ്സ് വർക്കിംഗ് ഹവേഴ്സിലും വർധനവ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് എൻ ഇൻസെൻറ്റീവ് ടു ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ലേബർ. ദസ് ദ നമ്പർ ഓഫ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ് വുഡ് ഇൻക്രീസ് വിത്ത് റൈസിങ് വേജ് റേറ്റ്സ് എബോവ് ദ വേജ് റേറ്റ് W0. ഓക്കെ, ഈ ഒരു W0ന് മുകളിലേക്കുള്ള വേജ് റേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഫ്യൂവർ ഹവേഴ്സ് വുഡ് ബി വർക്ക്ഡ് അല്ലേ. അപ്പോൾ അവിടെ വർക്കിംഗ് ഹവേഴ്സ് കുറയാണ് ചെയ്യുന്നത്. അവിടെ വേജ് റേറ്റ് W0നും കൂടുതലായിട്ട് നൽകുമ്പോൾ വർക്കേഴ്സ് ലേഷർ ടൈം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ഫ്യൂവർ ഹവേഴ്സ് വുഡ് ബി വർക്ക്ഡ്. ദിസ് ഈസ് ബിക്കോസ് ഹയർ വേജ് റേറ്റ്സ് ക്രിയേറ്റ് ഡിസിൻസെൻറ്റീവ് ഫോർ ലോങ്ങർ ഹവേഴ്സ് ഓഫ് വർക്ക്. Okay, the reason for this behavior is the fact that longer working hours imply less leisure hours. Okay, longer working hours implies less leisure hours. As the wage rate increases, the individual's income rises. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് വേജ് റേറ്റ് വർദ്ധിക്കുമ്പോൾ എന്താണ് ഇൻഡിവിജ്വലിൻ്റെ ഇൻകം വരുമാനവും വർദ്ധിക്കുന്നു. ആൻഡ് ദിസ് എനാബിൾസ് ദ വർക്കർ ടു ഹാവ് മോർ ലേഷർ ടൈം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താണ് കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല അല്ലേ. ഇൻകം വർദ്ധിക്കുമ്പോൾ അവർ കൂടുതൽ ലേഷർ ടൈമിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ലേഷർ ടൈം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. Thus, at a higher wage rate, the individual would actually prefer to work fewer hours. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ W0 വരെയുള്ള വേജ് റേറ്റിൽ അവിടെ വേജ് റേറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വർക്കിംഗ് ഹവേഴ്സും വർദ്ധിക്കുന്നു. ദെൻ W0ന് ശേഷം എന്താണ് അവിടെ വേജ് റേറ്റ് വീണ്ടും വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ അതിന് ആനുപാതികമായിട്ട് വർക്കിംഗ് ഹവേഴ്സിൽ വർധനവുണ്ടാകുന്നില്ല. ആളുകൾ കൂടുതലായിട്ടും ജോലി ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു സപ്ലൈ കർവിൽ എന്താണ് ബാക്ക്വേർഡ് ബെൻഡിങ് സംഭവിക്കുന്നത്. ദസ് എ ഹയർ വേജ് റേറ്റ് ദ ഇൻഡിവിജ്വൽ വുഡ് ആക്ച്വലി പ്രിഫർ ടു വർക്ക് ഫ്യൂവർ ഹവേഴ്സ്. ഓക്കെ, then that is the labor supply curve. It is the ഈ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ്ങിനുണ്ടാകുന്ന ബാക്ക്വേർഡ് ബെൻഡിങ് ലേബർ സപ്ലൈ കർവിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ എന്തൊക്കെയാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്ട്സ് ഓഫ് എ വേജ് ഇൻക്രീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വേജ് വർദ്ധിക്കുന്നത് കൊണ്ട് ഇൻകത്തിലുണ്ടാകുന്ന വർധനവാണ് ആളുകളുടെ ലേഷർ ടൈം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും എങ്ങനെയാണ് വേർതിരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. The backward bending nature of the supply curve of labor can be explained by separating the substitution effect from income effect of the wage increase. The individual supply curve is backward bending one because the substitution and income effects of a wage increase operate in opposite direction. An increase in wages gives rise to a substitution effect and income effect. When the wage rate rises, the individual tends to substitute work for leisure, which means that the individual will work more. ഓക്കെ, അതായത് വേജ് വർദ്ധിക്കുമ്പോൾ ഇനീഷ്യലായിട്ട് എന്താണ് സ്വാഭാവികമായിട്ടും ലേഷറിന് പകരമായിട്ട് വർക്ക് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ആസ് ദ വേജ് റേറ്റ് റൈസ് ദ പ്രൈസ് ഓഫ് ലേഷർ ഇൻക്രീസസ്. ഓക്കെ, അതിനർത്ഥം എന്താണ് വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് ഓഫ് ലേഷർ, അതായത് വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ലേഷർ എന്താണ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഇൻഡിവിജ്വൽ ടേക്സ് ലെസ് ലേഷർ. Since an increase in wage rate leads to an increase in the work hours, the substitution effect of a wage increase make the supply curve of the individual positively sloped. അതാണ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞത് അല്ലേ. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പോസിറ്റീവായിട്ട് മാറുകയും സ്വാഭാവികമായിട്ടും എന്താണ് ലേബർ സപ്ലൈ കർവിൽ പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ്, the increase in income resulting from the wage increase leads the individual to demand more of leisure. ഇതിന് നേരെ വിപരീതമായിട്ട് എന്ത് സംഭവിക്കുകയാണ്, ദ ഇൻക്രീസ് ഇൻ ഇൻകം വേജ് റേറ്റ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകത്തിൽ വർധനവുണ്ടാകുന്നു. റിസൾട്ടിങ് ഫ്രം ദ വേജ് ഇൻക്രീസ് ലീഡ്സ് ടു ഇൻഡിവിജ്വൽ ടു ഡിമാൻഡ് മോർ ലേഷർ. ഓക്കെ, കൂടുതൽ ലേഷർ ടൈം പണി ചെയ്യാതിരിക്കേണ്ട ഒരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ദിസ് വിൽ റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ വർക്ക് ഹവേഴ്സ്. ഓക്കെ, സ്വാഭാവികമായിട്ടും വർക്കിംഗ് ഹവേഴ്സിൽ കുറവുണ്ടാകുന്നതിന് അത് കാരണമാവും.
Since an increase in wage rate leads to a reduction in the working hours, the income effect of wage increases makes the supply curve of the individual negatively sloped. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിൽ വേജ് വർദ്ധിക്കുന്നുണ്ട്, അതിന് ആനുപാതികമായിട്ട് വർക്കിംഗ് ഹവേഴ്സിൽ കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവ് അവിടെ ഉണ്ടാവുന്നു. The separation of the substitution effect from income effect is shown in the following figure. ഇത് നമുക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. The horizontal axis shows hours of leisure. ഓക്കെ, ഈ ഒരു ഡയഗ്രത്തിനകത്ത് എക്സ് ആക്സിസിൽ hours of leisure അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് per day, and the vertical axis shows income generated by work. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസിൽ ഇൻകമാണ് കാണിച്ചിട്ടുള്ളത്, അതായത് വരുമാനം എത്ര ലഭിക്കുന്നു എന്നുള്ളത്. ഓക്കെ, U1 and U2 are the indifference curves showing trade-off between leisure and income for the individual. ഇനീഷ്യലി U1 ആൻഡ് U2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവുകളാണ് കാണിക്കുന്നത്. U1 ആൻഡ് U2 എന്ന് പറയുന്നത് ഷോവിങ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ leisure and income for the individuals. Initially the wage rate is ₹10 per hour. ഓക്കെ, ആദ്യം ആയിട്ട് തന്നെ ഒരു വേജ് റേറ്റ് എന്ന് പറയുന്നത് ₹10 per hour ആണെന്ന് വിചാരിക്കുക. ഒരു മണിക്കൂറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ ലഭിക്കുന്നു. ആൻഡ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഗിവൺ ബൈ PQ. ഓക്കെ, PQ ആണ് ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ, PQ എന്ന് പറയുന്നത്. ഓക്കെ, PQ ബഡ്ജറ്റ് ലൈനാണെന്ന് നമുക്കറിയാൻ സാധിക്കും. 10 രൂപയാണ് വേജ് എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 240 രൂപ വരുമാനം ലഭിക്കുന്നു അല്ലേ. അപ്പോൾ 24 hours ഓഫ് ലേഷറും അതുപോലെ തന്നെ ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ PQ എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, വെൻ ദ ഇൻഡിവിജ്വൽ എൻജോയ്സ് 24 hours ഓഫ് ലേഷർ, ദിസ് ഇൻകം ഈസ് 0. ഓക്കെ, സ്വാഭാവികമായിട്ടും അറിയാലോ, 24 മണിക്കൂറും ലേഷർ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഇഫ് ഹി വർക്ക്സ് ഫോർ 24 hours എ ഡേ, ഹി വുഡ് ഏൺ ആൻ ഇൻകം ഓഫ് ₹240. 24 മണിക്കൂറും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 240 രൂപ അന്നത്തെ ഒരു ദിവസം വരുമാനമായിട്ട് ലഭിക്കുന്നു. ദ വർക്കർ മാക്സിമൈസസ് യൂട്ടിലിറ്റി ബൈ ചൂസിങ് പോയിന്റ് എ. Point A is a combination of 8 hours of work and 16 hours of leisure. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ വർക്കർ മാക്സിമൈസസ് യൂട്ടിലിറ്റി ബൈ ചൂസിങ് പോയിന്റ് എ. പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം യൂട്ടിലിറ്റി ചൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവും പ്രൈസ് ലൈനും ടാൻജൻറ്റ് ചെയ്ത് പോകുന്ന പോയിന്റ്. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? The worker maximizes utility by choosing point A. Point A is the combination of 8 hours of work. അല്ലേ, 8 മണിക്കൂർ ജോലി, അതുപോലെ തന്നെ 16 മണിക്കൂർ ലേഷറും. ഓക്കെ, 16 മണിക്കൂർ ലേഷർ ടൈമും അടങ്ങുന്ന ഒരു പോയിൻ്റാണ് പോയിൻ്റ് എ എന്ന് പറയുന്നത്. ഹിസ് ഇൻകം ഈസ് ഈക്വൽ ടു ₹80. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് 8 മണിക്കൂർ ജോലി ചെയ്യുകയും 16 മണിക്കൂർ ലേഷർ ടൈമായിട്ട് എടുക്കുകയും ദെൻ 80 രൂപ വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇനീഷ്യൽ പ്രൈസ് ലൈന് PQ ആണ്. ദെൻ എ എന്ന് പറയുന്ന പോയിന്റിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു കൺസ്യൂമർ മാക്സിമം യൂട്ടിലിറ്റി ലഭിക്കുന്നുണ്ട് ആ ഒരു പോയിന്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ. 80 ഈസ് ദ ഇൻകം ഓഫ് ദ വർക്കർ. ഓക്കെ, വെൻ ദ വേജ് റേറ്റ് ഇൻക്രീസസ് ഫ്രം ₹10 to 30. ഓക്കെ, വേജ് റേറ്റ് 10 നിന്ന് 30 വർദ്ധിക്കുന്നു എന്ന് സങ്കല്പിക്കാം. per hour, the worker's budget line shift from PQ to RQ. ഓക്കെ, 30 ആയിട്ട് വർദ്ധിക്കുന്നു വേജ് റേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 24 മണിക്കൂറും ജോലി ചെയ്ത് കഴിഞ്ഞാൽ 720 രൂപ അയാൾക്ക് ലഭിക്കും ഇൻകമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് ലൈൻ എന്താണ്? RQ ആയിട്ട് മാറുന്നു. ഓക്കെ, PQയിൽ നിന്ന് RQ ആയിട്ട് മാറുന്നു. ഇൻ റെസ്പോൺസ് ടു ദ വേജ് ഇൻക്രീസ്, ദ വർക്കർ മൂവ്സ് ഫ്രം പോയിന്റ് A to B. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് മാറുന്നു, വിച്ച് വിൽ റിസൾട്ട് ഇൻ എ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ഫ്രം 8 to 5. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും വേജ് റേറ്റ് വർദ്ധിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? വർക്കിംഗ് നമ്പർ ഓഫ് വർക്കർ ഹവേഴ്സ് എന്താണ്? 8 നിന്ന് 5 കുറഞ്ഞു. ഇപ്പോൾ 19 എന്ന് പറയുന്ന 19 മണിക്കൂർ ലേഷറും ബാക്കിയുള്ള 5 മണിക്കൂർ എന്താണ് വർക്കിംഗ് ടൈമുമായിട്ട് കുറഞ്ഞു. ദ മൂവ്മെൻറ്റ് ഫ്രം A to B is combined substitution and income effects. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? വർക്കിംഗ് ഹവേഴ്സും അവിടെ കമ്പൈൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. അതായത് ഇൻകം എഫക്റ്റ് അവിടെ കാണിക്കുന്നില്ല. ലേഷർ ഹവേഴ്സ് കൂടുതലായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ഇൻകം വർദ്ധിച്ചതുകൊണ്ട് അല്ലേ, ഇൻകം വർദ്ധിച്ചതുകൊണ്ട് അയാളുടെ ലെയ്ഷർ ടൈം വർദ്ധിക്കുകയാണ് അവിടെ ചെയ്തത്. ഓക്കെ, the wage increase from rupees 10 to rupees 30. The substitution effect can be isolated from income effect by keeping the income of the labor constant. Okay, this is done by drawing a hypothetical budget line which is parallel to RQ. Okay, ഇപ്പോൾ ഇവിടെ ഇൻകം എഫക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക, നമുക്ക് ഇൻകം എഫക്റ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ RQവിന് പാരലായിട്ട് ഒരു പ്രൈസ് ലൈൻ വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് ST എന്ന് പറയുന്ന പ്രൈസ് ലൈന് മുൻപത്തെ ഈ ഒരു വർക്കറുടെ മുന്നത്തെ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജൻറ്റ് ചെയ്ത് പോകുന്നൊരു പ്രൈസ് ലൈൻ ST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് ലൈന് വരയ്ക്കുന്ന, ഈ ഒരു ബഡ്ജറ്റ് ലൈന് വരയ്ക്കുന്ന സമയത്ത്, പ്രൈസ് ലൈനും ബഡ്ജറ്റ് ലൈനും സെയിം ആണെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. ബഡ്ജറ്റ് ലൈന് വരയ്ക്കുന്ന സമയത്ത് RQ, the parallel to RQ and tangent to the indifference curve U1. The new budget line ST is tangent to the indifference curve at point C. The movement of the laborer along the indifference curve U1 from point A to C measures the substitution effect. The substitution effect shows that when the wage rate rises from rupees 10 to rupees 30, the individual reduces leisure time from 16 to 12 hours and increases hours of work from 8 to 12 per day. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു മൂവ്മെൻ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെയ്ഷർ ടൈം അവിടെ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ 16 മണിക്കൂർ ജോലി ചെയ്യുകയും ബാക്കിയുള്ള 8 മണിക്കൂർ ജോലി ചെയ്യുകയും 16 മണിക്കൂർ ലെയ്ഷർ ടൈം ആയിരുന്നു A എന്ന് പറയുന്ന പോയിന്റിൽ. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് Aയിൽ നിന്ന് സിയിലേക്ക് മാറുന്ന സമയത്ത് 12 മണിക്കൂർ ലെയ്ഷർ ടൈം ആക്കി മാറ്റുകയും ബാക്കി വരുന്ന 12 മണിക്കൂർ എന്താണ് ലെയ്ഷർ ടൈമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ലെയ്ഷർ ടൈം 12 മണിക്കൂർ ലെയ്ഷർ ടൈമും 12 മണിക്കൂർ വർക്കിംഗ് ടൈമായിട്ട് മാറ്റി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ലെയ്ഷർ ടൈം വർക്കിംഗ് അവേഴ്സിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇൻകം എഫക്റ്റ് കാണിക്കുന്നത് എപ്പോഴാണ്, ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ ഇത് ഇനീഷ്യലായിട്ട് വേജ് വർദ്ധിച്ചത് കൊണ്ട് അവിടെ കൂടുതലായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാവുന്നതിനെയാണ് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് C എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ദെൻ ഇൻകം വർദ്ധിക്കുന്നു വിചാരിക്കും, അപ്പോൾ വേജ് വർദ്ധിക്കുന്നതുകൊണ്ട് ഇൻകം വർദ്ധിക്കുന്നു. അപ്പോൾ പുതിയ പ്രൈസ് ലൈനിലേക്ക് മാറുന്നു, ദാറ്റ് ഈസ് RQ എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ ഒരു ലേബർ മാറുകയും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഇൻകം വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ലെയ്ഷർ ടൈം എന്താണ്, കൂടുകയാണ് ചെയ്തത്. 19 മണിക്കൂർ ജോലി ചെയ്യുകയും ബാക്കി 5 മണിക്കൂർ എന്താണ് വർക്കിംഗ് ഹവേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻകം വർദ്ധിച്ചപ്പോൾ കുറവ് ജോലി ചെയ്യുന്ന വർക്കിംഗ് ഹവേഴ്സ് കുറയുന്നൊരു എഫക്റ്റാണ് ഉണ്ടായത്. ദാറ്റ് ഈസ് കാൾഡ് ദ ഇൻകം എഫക്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡയഗ്രത്തിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള മൂവ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ദെൻ സിയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെൻറ്റ് ഇൻകം എഫക്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അതാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ദെൻ ദ ഷിഫ്റ്റ് ഫ്രം പോയിൻറ്റ് C to U1 to B on U2 is the income effect of the wage increase. The income, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, the income effect leads to the individual to increase leisure time from 12 to 19 hours, which means the reduction of 7 hours in the work. ഓക്കെ, 7 മണിക്കൂർ വർക്കിൽ കുറവ് സംഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. The net effect of the wage increase movement from A to B is that the individual reduces work by 3 hours per day, which means there is an increase in the leisure by 3 hours per day. ഒരു പെർ ഡേയിൽ 3 മണിക്കൂറിൽ എന്താണ് ഇൻക്രീസ് സംഭവിക്കുന്നു, ലെയ്ഷർ ടൈമിൽ ഇൻക്രീസ് സംഭവിക്കുന്നു. The backward bending portion of the labor supply rises when the income effect of the increase in wage, which encourages more leisure, is greater than the substitution effect. Okay, the backward bending portion of the labor supply curve arises when the income effect of the increase in wages, which encourages more leisure. Backward bending portion കാണിക്കുന്നത് എന്താണ്, വെൻ ദ ഇൻകം എഫക്റ്റ്, ഇൻകം വർദ്ധിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കുറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ ടൈം എന്താണ് ലെയ്ഷറിലേക്ക് ഈ ഒരു ഇൻഡിവിജ്വലിനെ നയിക്കുന്നു. ദാറ്റ് ഈസ് ദ ബാക്ക്വേർഡ് ബെൻഡിങ്.
It is greater than the substitution effect, which encourages more work. Okay, that is all about this labor supply curve. അപ്പോൾ നമുക്കറിയാം ലേബർ സപ്ലൈ കർവ് നോക്കിയപ്പോൾ തന്നെ എന്താണ് ബാക്ക്വേർഡ് ബെൻഡിങ് കർവാണ്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, കൂടുതൽ വേജസ് ലഭിക്കുമ്പോൾ ആ വേജസ് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻകം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം എന്താണ് ലെയ്ഷറിന് വേണ്ടിയിട്ട് ഈ വർക്കേഴ്സ് എടുക്കുന്നു. അപ്പോൾ കൂടുതൽ ലെയ്ഷർ എടുക്കുന്ന സമയത്ത് ദർ ഈസ് എ ബാക്ക്വേർഡ് ബെൻഡ് ഫോർ ദ labor supply curve. Okay, that is all about today's class. Okay, thank you.